ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരൂസ് കാർണിവൽ. നമ്മുടെ ഡാൻസിംഗും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവരുടെ നേർക്ക് ഗൺ ചൂണ്ടിക്കൊണ്ട് അവിടെ ഒരാൾ നിപ്പോണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മിസ്റ്റർ ബേക്കായിരുന്നു. ഇവരാണെങ്കിൽ ആ ഒരു വെടിയുതിർക്കുന്ന അതേ സമയം തന്നെ ആരോ വന്ന് ഇവരെ തട്ടി മാറ്റുകയാണ്. ആ ഒരു ബുള്ളറ്റ് ചെന്ന് അവിടെ നിന്ന് ഗ്ലാസ്സിലേക്ക് പതിക്കുകയാണ്. അപ്പൊ ഇവനെ അവിടുന്ന് പിടിച്ചു മാറ്റിയത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സൂര്യോനായിരുന്നു. സൂര്യനാണെങ്കിൽ മിസ്റ്റർ ബാഗിനെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവൻ ആരാണ്, എന്താണ് ഇവനും ലോകം തമ്മിലുള്ള ബന്ധം എന്നൊക്കെ സൂര്യൻ ചോദിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ ബേക്ക് പറയാണ്, എന്റെ പേര് ജോ ഡാൻറ്റെ എന്നാണ്. ഇപ്പം ഡാൻറ്റെ എന്ന പേരിൽ ജീവിക്കുന്ന അവനാണ് എൻ്റെ ജീവിതം തകർത്തിരിക്കുന്നത്. അപ്പം ഈ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അച്ഛൻ്റെ ജോലിക്കാരനായിരുന്നു നമ്മുടെ ദുഷ്ടനായിട്ടുള്ള ഡാൻറ്റെ. ഇവര് ജപ്പാനിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി ഈ ദുഷ്ടനായിട്ടുള്ള ഡാൻറ്റെ ഇവരുടെ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ അച്ഛനെയും അമ്മയും കൊന്ന് കളയുകയാണ്. അതിനുശേഷം ഇവനെ പിന്തുടർന്ന് ഇവനെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ബാങ്ക് ലോക്കറുകളെല്ലാം കോഡ് ഇവൻ തട്ടിയെടുക്കുകയാണ്. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന സകലമാനം സ്വത്തുക്കളും പണം, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എല്ലാം ഇവൻ തട്ടിയെടുത്ത് കടന്ന് കളയുകയാണ്. അങ്ങനെ ഈ വ്യക്തി തൻ്റെ കണ്ണുകൾ തുറക്കുന്ന ആ ഒരു സമയം അവൻ ഒരു മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. ജപ്പാനിലെ പോലീസ് ഈ ഒരു ദുഷ്ടനെ തേടി അവിടെ എല്ലാം അലഞ്ഞെങ്കിലും ഇവനെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഈ ഒരു വ്യക്തി തൻ്റെ കുടുംബം, തൻ്റെ പണം എല്ലാം നഷ്ടപ്പെട്ട ഇവൻ മിസ്റ്റർ ബേക്ക് എന്ന ആ ഒരു നാമം, ആ ഒരു ദുഷ്ടന്റെ പേര് അവൻ സ്വയം സ്വീകരിക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മുടെ മിസ്റ്റർ ബേക്കിൽ എന്ന് പറയുന്ന സൂര്യോൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എത്രത്തോളം ദുഷ്ടനാണ് ഡാൻറ്റെ എന്ന് അവള് മനസ്സിലാക്കിയാണ്. ഒരാളുടെ കുടുംബം മുഴുവൻ തകർത്തിട്ട് അവന്റെ അതേ പേര് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പം ലോകൻ ഇവന്റെ ഈ ഒരു കഥകളെല്ലാം അറിഞ്ഞ് ഇവനെ ആ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരികയായിരുന്നു ഡാൻറ്റയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി. എന്നാൽ തൻ്റെ കൺമുന്നിൽ കിടന്ന് ലോകൻ മരിച്ചപ്പം അവനാകെ ഭയന്നിരുന്നു. അപ്പം ലോകന്റെ മരണത്തിന് പിന്നിൽ ഡാൻറ്റയ്ക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം മിസ്റ്റർ ബേക്കർ സൂര്യോനോട് പറയുകയാണ്. അതായത് ലോകൻ മരിച്ച ആ ഒരു സമയത്ത് ഒരു വൃദ്ധന്റെ വേഷത്തിൽ അവിടെ നിന്നിരുന്നത് ഡാൻറ്റെ ആണെന്ന് മിസ്റ്റർ ബേക്കിന് മനസ്സിലായിരുന്നു. ഇത് കേട്ട് സൂര്യനാകെ ദേഷ്യം വരികയാണ്. ഈ ഒരു ടൈമില് നമ്മുടെ മിസ്റ്റർ ബേക്ക് ആണെങ്കിൽ ഒരു ബോക്സ് എടുത്ത് സൂര്യന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ആ ഒരു ബോക്സ് അവൾ തുറന്നു നോക്കുന്ന സമയം അതിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. നമ്മുടെ സൂര്യോന് വേണ്ടി ലോകൻ കൊണ്ടുവന്ന ആ ഒരു മോതിരം. എത്രത്തോളം ലോകൻ ഇവനെ പ്രണയിച്ചിരുന്നു എന്ന് മിസ്റ്റർ ബേക്ക് ഇവളോട് തുറന്നു പറയുകയാണ്. ഇതോടെ കേട്ടതോടുകൂടി ഡാൻറ്റയുടെ അടിവേരിളക്കണം, അവനോട് പ്രതികാരം ചെയ്യണം എന്ന് സൂര്യനോട് ശപഥം എടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജേനിയാണെങ്കിൽ കെങ് അവൻ കഴിച്ചു കൊടുത്ത ആ ഒരു വോയിസ് നോട്ട് കേൾക്കുകയാണ്. തൻ്റെ അച്ഛൻ ഒരു കൊലപാതകമാണെന്നുള്ള ആ ഒരു സത്യം അവൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇതേ സമയം തന്നെ ഉണ്ടല്ലോ നമ്മുടെ 4 സംഘം ഒരു മിഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഡാൻറ്റയും ലീയും ഹായും ഡോങ്പിലും അവരെല്ലാം കൂടി ആ ഒരു ഓപ്യങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ അവർ മണ്ണ് കുഴിച്ചിട്ട് പുരാവസ്തുക്കളൊക്കെ, അതായത് ഏതോ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ച കുറെ ഡ്യൂപ്ലിക്കേറ്റുകളാണ് കേട്ടോ. പുരാവസ്തു എന്ന പേരിൽ ഇവര് ആ ഒരു മണ്ണിൽ കുഴിച്ചിടുകയാണ്. അതായത് ഗവൺമെന്റ് ഈ ഒരു സ്ഥലത്തേക്ക് ഡെവലപ്മെന്റ് പറഞ്ഞേക്കാണല്ലോ, ആ ഒരു ഡെവലപ്മെന്റ് ഇവർക്ക് തടയണം. അതിനുവേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തങ്ങളുടെ വിജയകരമായ മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഒരു സലൂണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമില് ലീ ആണെങ്കിൽ ഡാൻറ്റയോടും ഡോങ്പിലിനോടും ഒക്കെ ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഇന്നത്തെ കോമ്പറ്റീഷനിൽ ഹൂൻ പങ്കെടുത്തിട്ടില്ല, അതുപോലെ തന്നെ ജേനിക്ക് ഒരു വരി പോലും പാടാൻ സാധിച്ചില്ല എന്നൊക്കെ ലീ ഇവരോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് അവരൊക്കെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ജേനിയാണെങ്കിൽ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പം മിസ്സസ് ക്യാങ് ആണെങ്കിൽ ഇവളുടെ കൂടെ പോകാനായിട്ട് വരുന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ ആരും വരണ്ട എന്ന് ഇവള് പറയുന്നുണ്ട്. ഈ ഒരു സമയമാണ് മിസ്സസ് ക്യാങ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ജേനിയുടെ സൗണ്ട് ആണെങ്കിൽ ആകെ അടച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് പറ്റി മോളെ, ഇതിനൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉള്ളതല്ലേ എന്നൊക്കെ ഇവള് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഡോങ്പില് അങ്ങോട്ട് ഓടി വരണം. ആ മോളെ, നീ ഇറങ്ങുന്നേ ഉള്ളല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവള് ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പം മിസ്സസ് ക്യാങ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ജേനിയുടെ സൗണ്ട് ഇങ്ങനെ അടച്ചിരിക്കണം, അപ്പൊ എന്താണ് എന്ന് തിരക്കിക്കൊണ്ട് ഡോങ്പില് തൻ്റെ മകളുടെ അടുത്തേക്ക് വരുമ്പം ഇവളാണെങ്കിൽ ഇവരെ തള്ളിയിടുകയാണ്. എന്തിനാ നിങ്ങൾ ഇനിയും എൻ്റെ മുമ്പിൽ നാടകം കളിക്കുന്നത്? മതിയായില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ?
അച്ഛൻ ദുബായിലായിരുന്നല്ലേ? നിങ്ങളുടെ പാസ്പോർട്ട് ഞാൻ കണ്ടിരുന്നു, അത് എക്സ്പയർഡ് ആയിട്ട് 6 വർഷം കഴിഞ്ഞു. എൻ്റെ അച്ഛൻ ഒരു കൊലപാതകയാന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ എന്താ മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? ആരാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊക്കെ അവളുടെ അച്ഛനന്മാർ ചോദിക്കുമ്പം അവള് ആ ഒരു വോയിസ് നോട്ട് കേൾക്കുകയാണ്. ഡോങ്പിലും ഡാൻറ്റയും തമ്മിൽ സംസാരിച്ച ആ ഒരു കോൺവെർസേഷൻ കെങ് ഇവർക്ക് അയച്ചു കൊടുത്ത ആ ഒരു വോയിസ് നോട്ട് ഇവരെ കേൾപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതിലും കേട്ട് ഡോങ്പിലാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഡാൻറ്റയോടുള്ള ദേഷ്യം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. മിസ്സിസ് ക്യാങ് പറയാണ്, ആ ഡാൻറ്റെ വെറുതെ വിടരുത്, അവൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂടുന്നത്. ഡോങ്പിൽ അറിയുന്നു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ ഇരിക്കുമെന്ന്? ഞാൻ ആ ഒരു തെളിവ് തേടുകയാണ്. അപ്പൊ എന്ത് തെളിവ് എന്ന് മിസ്സിസ് ക്യാങ് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അതി ഞാനല്ല, ഡാൻറ്റയാണ് ആ ഒരു സ്ത്രീയെ കൊന്നതിനുള്ള ആ ഒരു തെളിവ്. ആ തെളിവ് ആ ഒരു ഹെരാ പ്രതിമയുടെ അടിയിൽ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും അത് മാന്തി എടുത്തിരിക്കും എന്ന് ഇവൻ പറയുകയാണ്. നമ്മുടെ ഡാൻറ്റി സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ പെട്ടെന്ന് അവൻ്റെ റൂമിലേക്ക് ലോകനിങ്ങനെ കയറി വരികയാണ്. ഹായ് മിസ്റ്റർ ബേക്ക്, ഐ ആം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ നേർക്ക് ഗൺ ഷൂട്ട് ചെയ്യാണ്. പെട്ടെന്ന് ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഡാൻറ്റി ഞെട്ടി എണ്ണീക്കാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സൂര്യോൻ ലോകൻ കൊടുത്ത ആ ഒരു മോതിരം ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലോകൻ തന്നെ മുമ്പിൽ വന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവളുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ സൂര്യോനും ഹൂനും കെങ്ങും ഒക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സൂര്യോൻ എന്തുകൊണ്ടാണ് ഇവൻ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാന് എന്നൊക്കെ ഹൂനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻറ്റെ കൈക്കൂലി കൊടുത്ത് തന്നെ ജയിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഹൂൻ പറയുകയാണ്. ഈ ഒരു ടൈമിൽ കെങ്ങാണെങ്കിൽ അതെ അച്ഛനമ്മമാരായ മക്കളെ ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, അതൊക്കെ അവരുടെ കടമയാ എന്നൊക്കെ പറയുമ്പം കെങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കും എന്താ എന്തെങ്കിലും പങ്കുണ്ടോ? അച്ഛനെന്താ നിന്നെ ജയിപ്പിക്കുമെന്ന് വല്ല വാക്കും തന്നോ? എന്താ എനിക്ക് കഴിവില്ലേ? എനിക്ക് എൻ്റെതായ കഴിവുണ്ട്, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ ദേഷ്യപ്പെട്ടോണ്ട് കെങ് അവിടുന്ന് എണ്ണീറ്റ് പോവാണ്. അപ്പം സൂര്യോന് ഒരു സംശയം തോന്നുകയാണ്. എന്തോ ഒരു സീക്രട്ട് ഈ ഒരു അച്ഛൻ്റെ മകൾക്ക് ഉള്ളിലുണ്ട്, ഇവരെന്തോന്ന് ഇവരിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് നമ്മുടെ സൂര്യോന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ സ്യോജന്റെ വീട്ടിലേക്ക് ഹായ് ആണെങ്കിൽ ഇപ്പൊ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഇവനെ കണ്ട് സ്യോജന അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് നീ ഇവിടെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാൻറ്റെ പറയുന്നു, എന്റെ കുറച്ച് ഫയൽസ് അവനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാനാണ് അവനെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ നമ്മുടെ ഹായ് മാക്സിമം ഡാൻറ്റെ അവിടെ വെച്ച് അപമാനിക്കുന്നുണ്ട്. ഹായ് എന്തായാലും മർത്തൊന്നും ഈ ഒരു അവസ്ഥയിൽ പറയില്ലല്ലോ, പൈസയൊക്കെ തലയിലേക്ക് വാരി വിതരാണ്, പോയി നീ ആഹാരം വല്ല വെച്ച് കഴിക്കുക. അപ്പം ഈ ഹായ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഈ ഒരു പൈസ അവിടെ നിന്ന് കുനിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ആ ഒരു പൈസയിൽ ചവിട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഡാൻറ്റെ. അവൻ്റെ ആ ഒരു കാലിൻ്റെ അടിയിൽ നിന്ന് വരെ ഈ ഒരു ഹായെ കൊണ്ട് പൈസ ഡാൻറ്റെ എടുപ്പിക്കുകയാണ്. ഹായ് ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഈ ഒരു ടൈമിൽ സ്യോജന അവൻ്റെ പിന്നാലെ എന്തിനു വേണ്ടിയാണ് നീ ഒരു ഡാൻറ്റയുടെ കൂടെ ഒരു പട്ടിയെ പോലെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹായുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അവനെ മാറാൻ സാധിക്കുകയില്ല. ശരിക്കും സ്യോജന് ഹായോടുള്ള കരുതൽ അവൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഡാൻറ്റെ ഹായുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇപ്പം നമ്മുടെ സൂര്യോനും യോൻഹയും കൂടി യോൻഹയുടെ ആ ഒരു ഷോപ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ രോനയും അതുപോലെ എൻബിയോളും ഫെയിലാവാൻ കാരണം ആരായിരിക്കും, ഇതിന് പിന്നിൽ ആരായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കെങ്ങിനെ നല്ല സംശയമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് സൂര്യോൻ ഒരു കാര്യം യോൻഹയോട് പറയുന്നത്. ലോകന്റെ ബാങ്കിലുണ്ടായിരുന്ന $10 ബില്യൺ കാണാതായിരിക്കുന്നു, അത് എങ്ങോട്ടേക്കാണ് പോയെന്ന് ഇവൾക്കറിയില്ല. അപ്പൊ അതില് യോൻഹയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ സൂര്യോൻ ചോദിക്കുമ്പം ഇല്ല എനിക്കറിയില്ല, എനിക്കും ലോകം തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നൊക്കെ യോൻഹെ പറയാണ്. അതേ ടൈമിൽ തന്നെ അവന്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ വരികയാണ്. ലോകനും യോൻഹയും ഒരു ബാറിലിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമില് ലോകൻ ചില കാര്യങ്ങൾ യോൻഹയോട് പറയാണ്. മിൻസ്യോളുടെ പേരിൽ $10 ബില്യൺ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പൈസ ഇവൻ കൊറിയയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊന്നിനു വേണ്ടിയല്ല, സാധാരണക്കാരായുള്ള കുട്ടികളുടെ പഠനത്തിന് അവരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഒരു പൈസ കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു ബാങ്കിന്റെ അവരുടെ ആ ഒരു അക്കൗണ്ടിന്റെ കീ ഇവളുടെ കയ്യിൽ അവൻ കൊടുക്കുകയാണ്. യൂൻഹയെ നിരസിക്കുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ, ഞാൻ ഈ ഒരു പൈസ എടുത്ത് കടന്നു കളഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഇവൻ പറയുന്നു, ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നിന്റെ ഉള്ളില് നന്മയുമുണ്ട് തിന്മയുമുണ്ട്, ഈ ഒരു പൈസ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ഇവൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവളോട് ഒരു സഹായം ഇവൻ ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും സൂര്യോൻ ഈ ഒരു കാര്യം അറിയരുത്. അതെന്താന്ന് വെച്ചാ സൂര്യോന്റെ ഒരു കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓർമ്മകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ യുൻഹെ ഞെട്ടി ഉണരുകയാണ്. അപ്പൊ സൂര്യൻ ഒരു സംശയത്തോടെ ഇവളോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ഒരു സീക്രട്ട് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? അപ്പൊ യുൻഹെ പറയുന്നത്, എന്താ ഇപ്പോഴും ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? ചേച്ചിക്ക് അറിയാത്ത എൻ്റെ സീക്രട്ടാണ് എനിക്കുള്ളത്. അപ്പൊ ഇവരുടെ ഈ ഒരു കോൺവെർസേഷൻ എല്ലാം കേട്ടോണ്ട് നമ്മുടെ ലീയുടെ വൈഫ് അവിടെ തന്നെ ഇരിപ്പോണ്ട് കേട്ടോ. $10 ബില്യൺ ലോകന്റെ പൈസ കാണാതായെന്നോ എന്നൊക്കെ ഇവളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അവൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ലിയോട് വന്ന് പറയുന്നുണ്ട്. ഇവിടെ സംശയം എന്ന് വെച്ചാൽ യുൻഹെ ഒരു പൈസ അടിച്ചു മാറ്റിയെന്നൊക്കെ ആട്ടോ. ലോകന്റെ കൂടെ ആരാണ് കൊറിയയിലേക്ക് വന്നത് എന്നറിയാൻ വേണ്ടി നമ്മുടെ ഡാൻറ്റി ആണെങ്കിൽ സെക്രട്ടറിയെ ഏൽപ്പിച്ചായിരുന്നല്ലോ. ആ ഒരു വ്യക്തിയുടെ പേര് മിസ്റ്റർ ബേക്ക് എന്നാണെന്നൊക്കെ സെക്രട്ടറി ഇവരോട് പറയുകയാണ്. ഉടൻ തന്നെ അവനെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് ഡാൻറ്റി പറയാണ്. അപ്പൊ ഡാൻറ്റിയുടെ മനസ്സിൽ സംശയം ഉണരുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ആയിരിക്കോ അത് എന്നൊക്കെ അവൻ ഇങ്ങനെ ആലോചിക്കാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്യോജനാണെങ്കിൽ അവളുടെ സെക്രട്ടറിയോട് അവളുടെ കുറെ പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ റിലീസാക്കാൻ പറയാണ്. അതെ, ഞാൻ തിരിച്ചെത്തിയെന്ന് എല്ലാവരും അറിയട്ടെ. ഈ ഒരു ടൈമിൽ സെക്രട്ടറി ഇവളോട് ചില കാര്യങ്ങൾ പറയാണ്. ഇന്നലെ നടന്ന കോമ്പറ്റീഷനിൽ എൻബിയോളും അതിൽ രോനയും ഡിസ്ക്വാളിഫൈ ആയെന്നും രോനയുടെ ഫോൺ എൻബിയോളുടെ പോക്കറ്റിൽ നിന്നും കണ്ടെത്തിയെന്നൊക്കെ സ്യോജനെ അറിയിക്കുകയാണ്. അപ്പൊ സ്യോജന മനസ്സിലാവുന്നു, എന്തായാലും ഈ ഒരു കാര്യം രോന ആയിരിക്കില്ല ചെയ്തത്. അവരെ രണ്ടുപേരെയും ഈ ഒരു മത്സരത്തിൽ നിന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി മറ്റാരോ ചെയ്ത പണിയാണ്. ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ ഡാൻറ്റിയുടെ കൈകളുണ്ട്. ഇവിടെ നമ്മുടെ സ്കൂളിലാണെങ്കിൽ ജേനി അവളുടെ ഡ്രോയിൽ നിന്ന് അവളുടെ ബുക്കുകളൊക്കെ ഒരു ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് എങ്ങോട്ടോ നടന്നു പോവുകയാണ്. അപ്പൊ ഇത് രോന ശ്രദ്ധിക്കുന്നുണ്ട്. ജേനി ആണെങ്കിൽ നേരെ പോയത് ടെറസിലോട്ടായിരുന്നു കേട്ടോ. അവള് അവിടെ നിന്ന് ചാടി മരിക്കാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ രോന അവളെ ഒന്ന് തട്ടി മാറ്റുകയാണ്. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഈ ഒരു മത്സരത്തിൽ നീയും പരാജയപ്പെട്ടു, ഞാനും പരാജയപ്പെട്ടു. അതെ, നമ്മളെ ചതിച്ചാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് തോൽപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് നീ നിന്റെ ജീവൻ കളയാൻ നോക്കുന്നത്? അപ്പൊ ജേനി പറയുന്നു, ഒരിക്കലും എനിക്ക് നിന്നെ പോലെ ജീവിക്കാൻ സാധിക്കില്ല. എൻ്റെ അച്ഛൻ ഒരു കൊലപാതകയാണ്. ഒരു കൊലപാതകയുടെ മകളായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ? നീ എന്തൊക്കെയാ പറയുന്നൊക്കെ രോന ചോദിക്കുന്നപ്പം ഇവള് പറയുന്നു, സോക്യങ്ങാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ കുട്ടികളൊക്കെ ഈ ഒരു സത്യം പറഞ്ഞാൽ അവരെല്ലാം എന്നെ ടോർച്ചർ ചെയ്യും. ഒരിക്കലും എനിക്ക് പണ്ടത്തെ കൊണ്ട് ആ ഒരു ടോർച്ചർ സഹിക്കാൻ പറ്റില്ല. അതിലിങ്ങനത് ഞാൻ ജീവൻ അവസാനിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ ജേനി പറയുന്ന ആ ഒരു ടൈമില് രോന പറയാണ്, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും ഇതിന് പിന്നുള്ള സത്യം മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലിയും ഡാൻറ്റിയൊക്കെ വലിയൊരു മിഷനിലാണല്ലോ. ആ ഒരു ഓപ്യം എന്ന സ്ഥലത്ത് ഡെവലപ്മെന്റ് ഇവർക്ക് നിർത്തിവെക്കണം. അതിനുവേണ്ടിയാണ് ആ ഒരു പുരാവസ്തുക്കള് ഇവർ കുഴിച്ചിട്ടത്. ഇപ്പൊ ലിയാണെങ്കിൽ കുറെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സിനെയൊക്കെ കണ്ട് ഈ ഒരു വാർത്ത വലിയ വാർത്തയായിട്ട് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയാണ്. അതുപോലെ ഡാൻറ്റിയും കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ പോയി കാണുന്നുണ്ട്. അതായത് ഓപ്യങ്ങളെ ആ ഒരു ഡെവലപ്മെന്റ് ഇവർക്ക് മുടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെവലപ്മെന്റ് ഇവരുടെ കയ്യിലുള്ള ഷോൺസോ ഡിസ്ട്രിക്റ്റിലേക്ക് ആവും. ഇവരുടെ കയ്യിലാണല്ലോ ആ ഒരു സ്വത്തുക്കളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ലീ ഡാൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇതിൽ ഇത്ര ആകാംക്ഷയായിട്ടിരിക്കുന്നത്? നിന്റെ പേരിൽ അവിടെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ, അതിലെ നായിക തട്ടിയെടുത്ത് ഞങ്ങൾക്ക് തന്നല്ലോ, ഞങ്ങൾക്ക് വിറ്റല്ലോ. അപ്പൊ ഡാൻറ്റി പറയുന്നു, സൂര്യോന്റെ കയ്യിൽ നിന്ന് എൻ്റെ സ്വത്തുക്കൾ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് വാങ്ങിയിരിക്കും. ഈ ഒരു ടൈമിൽ ലീ ആണെങ്കിൽ തൻ്റെ വൈഫിൽ നിന്ന് അറിഞ്ഞ ആ ഒരു കാര്യങ്ങൾ പറയാണ്. ലോകന്റെ $10 ബില്യൺ കാണാതായിരിക്കുന്നു. ഇതിന് പിന്നില് യോൻഹയ്ക്കും പങ്കുണ്ട്. ഇതെല്ലാം കേട്ട് ഡാൻറ്റി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്.